ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. കൂട്ടുകാരെല്ലാവരും ആനുവൽ എക്സാമിനെ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ആദ്യത്തെ പരീക്ഷ ഇംഗ്ലീഷ് ആണല്ലോ. നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താലോ? ഇതേ പാറ്റേണിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡ്രോ. ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് ഡു അക്കോർഡിംഗ്ലി. ടീച്ചർ പറയുന്നത് കേട്ട ശേഷം അതുപോലെ ചെയ്യുക. കൂട്ടുകാർക്ക് ഇതുപോലെ തന്നെയായിരിക്കും ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത്. ടീച്ചർ പറയുന്നത് കേട്ട ശേഷം അതുപോലെ ചെയ്യണം. കൂട്ടുകാർക്ക് സിയെയും ബോയിനെ ഓർമ്മയുണ്ടോ? വേർ ഈസ് ദി റോബോ നൗ? റോബോ ഇപ്പോൾ എവിടെയാണ് കൂട്ടുകാരെ? ആ ചിത്രത്തിൽ നോക്കിക്കേ കൂട്ടുകാരെ. റോബോ ഇപ്പോൾ ബോയിയുടെ അടുത്താണ് ഉള്ളത്. റോബോ ഈസ് വിത്ത് ദി ബോയ്. സിയാണ് റോബോയെ ബോയ്ക്ക് കൊടുത്തത് അല്ലേ കൂട്ടുകാരെ? അപ്പോൾ നമ്മുടെ ബോയ്ക്ക് സന്തോഷമായി. വേർ ഈസ് സിയ ആൻഡ് ദി ബോയ്? ഇപ്പോൾ സിയയും ബോയും എവിടെയാണ് കൂട്ടുകാരെ ഉള്ളത്? പാർക്കിലാണ് ഉള്ളത്. ദേ ആർ ഇൻ ദി പാർക്ക്. വിച്ച് കളർ ഈസ് ദി ക്യാപ്? ആ ചിത്രത്തിൽ നോക്കിക്കേ കൂട്ടുകാരെ. തൊപ്പിയുടെ നിറം എന്താണ്? ചിത്രത്തിലെ തൊപ്പിക്ക് ഒരു നിറവും ഇല്ല അല്ലേ കൂട്ടുകാരെ? അപ്പോൾ നമുക്കതിന് വയലറ്റ് നിറം കൊടുക്കാം. ഡു യു സീ എ ട്രീ? കൂട്ടുകാർ ആ ചിത്രത്തിൽ ഒരു മരം കാണുന്നുണ്ടോ? ആ ട്രീക്കും നിറമൊന്നുമില്ല. നമുക്ക് അതിന് നിറം കൊടുത്താലോ? ഡ്രോ എ ബൈസൈക്കിൾ അണ്ടർ ദ ട്രീ. ആ മരത്തിന് താഴെയായി നമുക്കൊരു ബൈസൈക്കിളിന്റെ ചിത്രം വരച്ചു കൊടുത്താലോ? അടുത്തതായി ഡ്രോ 2 ഫ്ലൈയിങ് ബേർഡ്സ് ഇൻ ദി സ്കൈ. അടുത്തതായി നമുക്ക് ആകാശത്ത് പറക്കുന്ന 2 പക്ഷികളുടെ ചിത്രം വരയ്ക്കാം. ഡ്രോ എ ഫിഷ് ഇൻ ദി പോണ്ട്. കൂട്ടുകാർ ആ ചിത്രത്തിൽ ഒരു പോണ്ട് കാണുന്നുണ്ടോ? അതിൽ നമുക്കൊരു ഫിഷിന്റെ ചിത്രം വരച്ചു കൊടുക്കാം. ആക്ടിവിറ്റി 2, മം ആൻഡ് ദി ബോയ്. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. അമ്മയുടെയും ബോയുടെയും കോൺവെർസേഷൻ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? മം, വാട്ട് ഈസ് ദിസ് ഡിയർ? ഇതെന്താണ് മോനെ? അപ്പോൾ ബോയ് എന്ത് പറഞ്ഞിട്ടുണ്ടാകും? ദിസ് ഈസ് എ വീൽ ചെയർ. ഇതൊരു വീൽ ചെയർ ആണ്. അപ്പോൾ അമ്മ എന്ത് ചോദിച്ചു കാണും? ഹൂ ഗേവ് യു ദിസ്? ആരാണ് നിനക്കിത് തന്നത്? അപ്പോൾ ബോയ് എന്ത് പറഞ്ഞിട്ടുണ്ടാകും? സിയ ഗേവ് മീ ദിസ് ചെയർ. സിയ ആണ് ഈ ചെയർ എനിക്ക് തന്നത്. ആക്ടിവിറ്റി 3, ദി ബോയ്സ് ഗിഫ്റ്റ്. കളർ ആൻഡ് ഡിസ്ക്രൈബ് ദി ഡോൾ. കൂട്ടുകാർ അവിടെ ഒരു ഡോളിന്റെ ചിത്രം കാണുന്നുണ്ടോ? അതിന് ഭംഗിയായി നിറം കൊടുത്തതിനു ശേഷം അതിനെപ്പറ്റി വിവരിക്കുക. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുത്ത് ആ ഡോളിന്റെ ചിത്രം ഭംഗിയാക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് അവിടെ ഡിസ്ക്രൈബ് ചെയ്താലോ? ദിസ് ഈസ് എ ഡോൾ. ഇറ്റ് ഹാസ് ബ്ലൂ ഐസ്. ഇറ്റ് ഹാസ് എ കളർഫുൾ ഡ്രസ്. ഇറ്റ് ഹാസ് എ curly beautiful hair. It has red shoes. It is a beautiful doll. Activity 4, Sia's diary. Here is the diary of Sia. Read her diary. ഇവിടെ സിയയുടെ ഡയറി തന്നിട്ടുണ്ട്. അവളുടെ ഡയറി വായിക്കൂ. I am very happy today. I got a doll. The boy's mother gave me the doll. It can sing and dance. I like the doll. എന്താണ് ഡയറിയിൽ പറഞ്ഞിരിക്കുന്നത്? ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. എനിക്കൊരു ഡോള് കിട്ടി. ബോയുടെ അമ്മയാണ് ആ ഡോൾ എനിക്ക് തന്നത്. ഇതിന് പാടാനും ഡാൻസ് ചെയ്യാനും സാധിക്കും. എനിക്ക് ഈ ഡോള് ഇഷ്ടമാണ്. ഗീവ് ടിക്ക് മാർക്ക് ടു ദി കറക്റ്റ് വൺ ആൻഡ് എ ക്രോസ് മാർക്ക് ടു ദി ഇൻകറക്റ്റ് വൺ. താഴെ തന്നിരിക്കുന്ന 5 ക്വസ്റ്റ്യൻസിന് ശരിയായുള്ളതിന് ടിക്ക് മാർക്കും തെറ്റായുള്ളതിന് ക്രോസ് മാർക്കും ചെയ്യണം. 1, സിയ ഈസ് ഹാപ്പി. സിയ ഹാപ്പി ആണോ കൂട്ടുകാരെ? ആണല്ലേ. അപ്പോൾ നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. 2, സിയ ലൈക്സ് ദി ഡോൾ. സിയയ്ക്ക് ഡോൾ ഇഷ്ടമാണ്. ഇഷ്ടമാണോ കൂട്ടുകാരെ? അതെ അല്ലേ. നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബോയ് ഗോട്ട് എ ഡോൾ. ബോയ്ക്ക് ഒരു ഡോൾ കിട്ടി. ശരിയാണോ കൂട്ടുകാരെ? ബോയ്ക്കാണോ ഡോൾ കിട്ടിയത്? അല്ലല്ലേ, സിയയ്ക്കാണ് ഡോൾ കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ ക്രോസ് മാർക്ക് കൊടുക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡോൾ ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. ഡോളിന് പാടാനും ഡാൻസ് കളിക്കാനും പറ്റും. ശരിയാണല്ലേ കൂട്ടുകാരെ? നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, സിയാസ് മദർ ഗേവ് ദി ഡോൾ. സിയയുടെ മദറാണ് ഡോൾ കൊടുത്തത്. സിയയുടെ മദറാണോ കൂട്ടുകാരെ? ആ ഡയറിയിലോട്ട് നോക്കിക്കേ. അല്ലല്ലേ, ബോയ്സ് മദറാണ് ഡോൾ കൊടുത്തത്. അപ്പോൾ അത് റോങ് ആണ്. നമുക്കവിടെ ക്രോസ് മാർക്ക് കൊടുക്കാം. ആക്ടിവിറ്റി 5, ഡോൾ സോങ്. കംപ്ലീറ്റ് ദി ലൈൻസ് ഓഫ് ദി സോങ്. താഴെ തന്നിരിക്കുന്ന സോങ്ങിന്റെ വരികൾ പൂർത്തീകരിക്കുക.
ആദ്യം ഡോളിൻ്റെ സോങ് നോക്കിയാലോ? ഐ ആം എ ഡോൾ, സ്മാർട്ട് ആൻഡ് ക്യൂട്ട്. ഐ ലൈക്ക് ടു ഡാൻസ്, ടിപ് ടാപ്പ് ടൂപ്പ്, ടിപ് ടാപ്പ് ടൂപ്പ്. അടുത്തത് ഗേളിൻ്റെ സോങ് നോക്കിയാലോ? ഐ ആം എ ഗേൾ, സ്മാർട്ട് ആൻഡ് ക്യൂട്ട്. ഐ ലൈക്ക് ടു സിങ്, ലാ ലാ ലാ, ലാ ലാ ലാ. ഇതുപോലെ വരികൾ കൂട്ടിച്ചേർക്കാനുള്ള ആക്ടിവിറ്റി എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ്. കൂട്ടുകാർ നന്നായി ശ്രദ്ധിച്ച് പഠിച്ചിട്ട് പോകണേ. കൂട്ടുകാർക്ക് ഇതുപോലെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. ഇനിയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ചാനലിൽ വരുന്നതാണ്. അത് കിട്ടാനായി കൂട്ടുകാർ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ കൂട്ടുകാർ മറ്റുള്ള കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അവരും പഠിക്കട്ടെ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.